പിന്നിൽ എന്തോ നിഗൂഢമായ കാര്യങ്ങളുണ്ട്. കാരണം ആ ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റിക്കോ അവിടുത്തെ താമസക്കാർക്കോ ആർക്കും ഒരു പ്രശ്നം വേടനെ കൊണ്ട് ഉണ്ടായിരുന്നില്ല. ഇത്രയും നാളും വേടൻ അവിടെ താമസിക്കുമ്പോഴും ഇവരുടെ കൂട്ടുകാർ വരുമ്പോഴും ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം പോലീസിനൊരു അറിയിപ്പ് കിട്ടുന്നു, ഇവിടെ വേടനും സംഘവും ഉണ്ട്, അതുകൊണ്ട് അവിടെ വേട്ട നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, നിങ്ങൾ പെട്ടെന്ന് വന്നാൽ വേട്ടക്കാരെ കയ്യോടെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അറിയിപ്പ് കിട്ടുന്നു. അവിടെ ചെന്ന സമയത്ത് എന്തോ ഭാഗ്യവശാൽ അല്ലെങ്കിൽ വേടന്റെ നിർഭാഗ്യവശാൽ അവിടെ സാധനം ഉണ്ടായിരുന്നു. വേടനെയും കൂട്ടരെയും കയ്യോടെ പൊക്കി. അത് വലിക്കാനായിട്ട് 9 പേരും ഇട്ട് വെച്ചിരിക്കുന്ന കുറ്റികളൊക്കെ അവിടെ കാണാം. അതേപോലെ തന്നെ കുറേ ക്യാഷൊക്കെ ഉണ്ട്. അത് വേടൻ്റെ പരിപാടിയാണ്, അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ പറയുന്ന പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ അരുൺകുമാർ പറയുന്നുണ്ട്. അതായത് ഇത്രയും വലിയൊരു കലാകാരനായിരുന്നു, സാധാരണ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കാൻ ക്വാണ്ടിറ്റിയിലുള്ള അല്ലെങ്കിൽ സാധാരണ ഒരാളുടെ കയ്യിൽ ഇരുന്നാൽ വലിയ കേസില്ലാത്തൊരു വിഷയത്തിനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് എന്തിന് ഈ രീതിയിലേക്ക് മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പോലീസുകാരാണെങ്കിലും പോകുന്നു എന്നുള്ളൊരു ചോദ്യം അരുൺകുമാർ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ